പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നത് 5 സെക്കൻഡ് കൊണ്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഈസി ആയിട്ടും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ നമ്മുടെ സെർച്ച് ബാറിൽ BG റിമൂവ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ remove.bg എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊരു വെബ്സൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒറ്റ ക്ലിക്ക് കൊണ്ട് 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് 100% ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും ഈ ഒരു വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി സെലക്ട് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വരും. നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് കൂടുതൽ ഫോട്ടോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബ്രൗസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരുന്നത് കൂടെ കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറിയിലുള്ള കൂടുതൽ ഫോട്ടോ ലഭിക്കുന്നതിന് വേണ്ടി ഇടത് ഭാഗത്ത് കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ താഴെ നമുക്ക് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഗാലറി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറി നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്നതിന് വേണ്ടി ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. ആ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒറിജിനൽ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ. രണ്ടാമതായി നമുക്ക് റിമൂവ് ചെയ്യപ്പെട്ട ഇമേജ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്ന ഭാഗവും കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ആ ഒരു ഫോട്ടോയിൽ ഒരു ക്ലിക്ക് മാത്രം ചെയ്തപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഫോട്ടോയും ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. തുടർന്ന് നമുക്ക് താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷനുണ്ട്, എഡിറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ എഡിറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ വിവിധ ബാക്ക്ഗ്രൗണ്ടുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് പല വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഈ ഫോട്ടോയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ മാറിയത്. അതുപോലെ തന്നെ പല ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ഇവിടെ നൽകാൻ സാധിക്കും. മാത്രമല്ല താഴെയായിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ കളർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കളർ ഇതുപോലെ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ, പിക്സാർട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിലേക്ക് നിങ്ങളുടെ ഫോട്ടോ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോ മറ്റേതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി ആഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.